SIT കേസുകളിൽ ജാമ്യം നേടിയ എ പത്മകുമാറിന് ഇനി ED കുരുക്ക്. CPM നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പത്മകുമാറിനെ ED ഉടൻ ചോദ്യം ചെയ്യും. ക്രമക്കേടുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് പത്മകുമാർ എല്ലാ ഒത്താശയും ചെയ്തു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. നിക്ഷേപ രേഖകൾ ഹാജരാക്കാൻ തന്ത്രി കണ്ഠരര് രാജീവർക്ക് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേരുന്നത്. നിഷ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസിൽ ഇനി പ്രതീക്ഷ EDയിൽ മാത്രമാണ്. കഴിഞ്ഞ ദിവസം എ പത്മകുമാർ ജാമ്യം ലഭിച്ച, അതും സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഈ സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന അഞ്ചാമനായിട്ടാണ് അദ്ദേഹവും പുറത്തിറങ്ങുന്നത്. എന്തായാലും EDയിലാണ് ഇനി ഭക്തർക്ക് പ്രതീക്ഷ, കേരളത്തിന്റെ പ്രതീക്ഷ. എങ്ങനെയാണ് പുതിയ നീക്കങ്ങൾ? രാഖി, വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ SITയുടെ കട്ടിളപ്പാളി കേസിലും ഒപ്പം തന്നെ ദ്വാരപാലക ശില്പ കേസിലും പ്രതിയായ പത്മകുമാറിനെ EDയും ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ്. കാരണം പത്മകുമാറിന് ഈ സ്വർണ്ണ കവർച്ചയിൽ കൃത്യമായ പങ്കുണ്ടെന്ന് SIT കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, അതായത് ഈ അവിടെ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ പത്മകുമാറിന് കൃത്യമായ പങ്കുണ്ട്. ദേവസ്വം മിനിറ്റ്സുകളടക്കം കൃത്രിമം കാണിച്ചാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടിളപ്പാളി അടക്കം പത്മകുമാർ കൊടുത്തുവിട്ടത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ SITക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനുള്ള പങ്ക് തന്നെയാണ് EDയും കൂടുതലായി ചോദിച്ചറിയുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ പത്മകുമാറിനെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഈ SITയുടെ കേസിൽ, ഈ ദ്വാരപാലക ശില്പ കേസിലും കട്ടിളപ്പാളി കേസിലും പ്രതിയായിരുന്ന പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയത് ഇന്നലെയാണ്. ഉടൻ തന്നെ EDയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. എന്തായാലും ഈ പത്മകുമാറിന് കുറുക്ക് മുറുകുകയാണ്. ED രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യൽ. 28 പേരുള്ള ഒരു പ്രതിപട്ടികയാണ് EDയുടേത്. ഈ 28 പേരുടെ പ്രതിപട്ടികയിൽ 5 പേരെ ഇതുവരെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. മുരാരി ബാബു, ശ്രീകുമാർ, S ജയശ്രീ, N വാസു, ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവർ, ഇങ്ങനെ 5 പേരെയാണ് ഇതുവരെ ED ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ സാക്ഷി പട്ടികയിലുള്ള നടൻ ജയറാമിനെയും മറ്റൊരാളെയും കൂടി ED ചോദ്യം ചെയ്ത് വിട്ടിരുന്നു. EDയുടെ ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. എന്തായാലും ദേവസ്വം മിനിറ്റ്സിൽ തിരുത്തി സ്വർണ്ണക്കൊളയ്ക്ക് കൂട്ടുനിന്നു എന്ന കണ്ടെത്തലിൽ ED ആഴത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്. എന്തായാലും താൻ ചെയ്തതെല്ലാം തന്നെ ഭരണസമിതിയുമായി ആലോചിച്ചാണ് എന്നാണ് പത്മകുമാറിന്റെ മൊഴി. എന്തായാലും അതൊന്നും തന്നെ മുഖവിലേക്ക് ED എടുക്കുന്നില്ല. കൃത്യമായ രീതിയിൽ തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ, മാർച്ച് ആദ്യവാരം തന്നെ EDയുടെ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവരെയും ഒപ്പം തന്നെ N വാസുവിനെയും ഇന്നലെയും തൊട്ട് മുന്നിലുള്ള ദിവസവുമായൊക്കെ ചോദ്യം ചെയ്തത്. എന്തായാലും ഈ പത്മകുമാർ EDക്ക് നൽകുന്ന മൊഴി എന്തായാലും CPM കൂടുതൽ പ്രതിരോധത്തിലാകുകയുള്ളൂ. എന്തായാലും ഇന്നലെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ച തന്ത്രി കണ്ഠരര് രാജീവരോട് അദ്ദേഹത്തിൻ്റെ നിക്ഷേപം സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കോടികളുടെ നിക്ഷേപമുണ്ട് എന്ന ഈ SIT കണ്ടെത്തലിലാണ് ED കൂടുതൽ ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഈ പത്മകുമാറിന് മറ്റു 2 കേസുകളിലും, SITയുടെ ദ്വാരപാലക ശില്പ കേസിലും ഒപ്പം തന്നെ കട്ടിളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചുവെങ്കിലും, കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകിയെങ്കിലും കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൊട്ടടുത്ത ദിവസം തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യും. രാഖി, SITയുടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ED ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്മകുമാർ ഇപ്പോൾ ഇന്നലെ ജയിൽ മോചിതനായി എങ്കിലും അദ്ദേഹത്തിന് കുരുക്കുമുറുകും എന്നുള്ള വാർത്തകളാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. എന്തായാലും ഈ പത്മകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CPM ഈ നിമിഷം വരെ തള്ളി പറഞ്ഞിട്ടില്ല. എങ്ങനെയാണോ CPMന്റെ സമുന്നതനായ നേതാവായി ജയിലിനകത്തേക്ക് പോയത്, അതേ രീതിയിൽ വളരെ കൂളായി തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യം ആരൊക്കെയോ ചേർന്ന് ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ ഫലമായി സാധിച്ചു എന്നുള്ളതാണ്. എന്തായാലും അന്ന് MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ കുറ്റപത്രം വരട്ടെ, അപ്പോൾ തള്ളിപ്പറയാമെന്നുള്ളതായിരുന്നു. എന്തായാലും SIT വളരെ കൃത്യമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ യാതൊരു വിശദീകരണത്തിനും സാധ്യത ഉണ്ടായില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് നോക്കാം EDയുടെ നീക്കത്തിൽ എ പത്മകുമാറിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്.